വേദിയും സദസ്സും അലങ്കരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹം. ഇവിടെ ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭനായിട്ടുള്ള ചിത്രകാരൻ സേതു മുമ്പിലിരിക്കുന്നുണ്ട്. സേതു അറിയപ്പെടേണ്ട പോലെ അറിയപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ട ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു കലാകാരനാണ് സേതു ആണ് എന്നോട് ഇങ്ങനെ പരിപാടി ക്ഷണിച്ചത്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. കാരണം എനിക്ക് കൂടുതലൊന്നും അറിയില്ല. സേതു പറഞ്ഞ പരിപാടിയെ ഞാൻ അറിയുള്ളൂ. ഇന്ന് വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത്. കൈപ്പറമ്പ് കാവിൽ ഭഗവാനും പരമേശ്വരനും ഭദ്രകാളിയും വസിക്കുന്ന കാവിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിന്നും. ഇവിടെ നടക്കുന്ന സംഗീതോത്സവമാണ്, സംഗീത നൃത്തോത്സവമാണെന്നും ഒക്കെ ഞാനിപ്പോഴാണ് അറിയുന്നത്. നാളെ പങ്കെടുക്കേണ്ട മഹാഗായിക, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മലയാളി മങ്ക, എൻ്റെ പ്രിയ സഹോദരി ചിത്രയും കൂടെ വരുന്നുണ്ടല്ലോ. ഏതായാലും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു അതിഥിയാണ് ചിത്ര. ഏതായാലും ചിത്ര എത്തിക്കഴിഞ്ഞു നാട്ടിൽ. ഞങ്ങൾക്ക് ആഹ്ലാദിക്കാനുള്ള വകയുണ്ട്. അപ്പോൾ ഇന്നത്തെ സംഗീത നൃത്തോത്സവം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഒരു വാക്ക്. ഒന്ന്, ഞാനൊരു ഇങ്ങനെ കുറേ ജോലികൾ പറഞ്ഞെങ്കിലും എന്നും കൊണ്ടു നടക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് എഴുത്താണ്. ആ എഴുത്തിന് എനിക്ക് ഭംഗമില്ല. പാടാൻ ബുദ്ധിമുട്ടാണ്, നടക്കാൻ ബുദ്ധിമുട്ടാണ്, എല്ലാറ്റിനും ബുദ്ധിമുട്ടാണ്. പക്ഷേ 40 കൊല്ലമായിട്ട് തുടങ്ങിയിട്ടുള്ള എൻ്റെ രചനാ കാലം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ 25ഉം 26ഉം ഉണ്ടായിട്ടുള്ള ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ടുള്ള 2 പാട്ടുകൾ എൻ്റെയാണ്. ഇന്നത്തെ കുട്ടികൾ പാടി നടക്കുന്ന പിന്നെ മിന്നൽ വളയും ഈ കാട്ടുചെമ്പകവും ഉള്ള 2 പാട്ടുകൾ ഞാൻ എഴുതിയതാണ്. അതാണ് പല തലമുറകളിലൂടെ ഞാൻ ഏറ്റവും പുതിയ തലമുറകളിലേക്ക് എത്തി എന്നുള്ളതാണ് എൻ്റെ അഭിമാനം. അത് ഞാൻ അഭിമാനിക്കുന്നു. പിന്നെ ഒരു ഒരു അഭിപ്രായം പറയാം. ഇവിടെ ആദ്യം പ്രാർത്ഥന ചൊല്ലിയ മക്കൾ അവിടെ ഇവിടെ അല്ലാതെ ഒരു പാട്ടാണ് പാടുന്നത്. അതുപോരാ, കൈപ്പറമ്പിലെ പാട്ടാണ് അവർ പാടേണ്ടത്. ഇവിടുത്തെ പ്രാർത്ഥന ഇവിടുത്തെ അമ്മയെക്കുറിച്ചും പിന്നെ പരമേശ്വരനെക്കുറിച്ചും ആയിരിക്കണം. എവിടെയും തൊടാതെ ഇങ്ങനെ കാരുണ്യവാനായ ഭഗവാനെ ദൈവമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ശരിക്കുള്ള നമ്മുടെ നാട്ടിലെ പാട്ടാണ് പാടേണ്ടത്. അത് അങ്ങനെ പാട്ടില്ലെങ്കിൽ ഞാൻ സേതുവിൻ്റെ അടുത്ത് ഞാൻ എഴുതി കൊടുക്കാം. അത് ഒരു പാട്ട് അടുത്ത കൊല്ലത്തേക്ക് നിങ്ങളുടെ പരിപാടിക്ക് പാടാൻ ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത് വേണമെങ്കിൽ സേതു വിചാരിച്ച ചിത്ര പാടുകയും ചെയ്യും. ആണെങ്കിൽ സേതുവിനെ നല്ലോണം പിടിച്ചാൽ മതി, നടക്കും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ എവിടെ താമസിച്ചാലും എവിടെ ജീവിച്ചാലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെ അന്വേഷിച്ചിട്ട് ആൾക്കാർ വരും. എന്നെപ്പോലുള്ള ഏതോ ദൂരത്ത് നിന്ന്, ഇന്നലെ ഞാൻ വേറെ എവിടെയായിരുന്നു, ഞാൻ ഇവിടെ എത്താൻ കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു നന്മയുടെ, മനസ്സിൻ്റെ, സ്നേഹത്തിൻ്റെ, ഭക്തിയുടെ ഒക്കെ കാര്യമാണ്. ചളമരച്ചൻ എൻ്റെ വളരെ അടുത്ത ആളാണ്. എത്രയോ ദിക്കിൽ വിദേശത്തും സ്വദേശത്തുമായിട്ടുള്ള ഒരുപാട് പരിപാടികളിൽ ഞങ്ങൾ 2 പേരും കൂടി പങ്കെടുത്തിട്ടുണ്ട്. പണ്ട് വിദേശത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. വലിയൊരു സേവകനാണ് അദ്ദേഹം. അദ്ദേഹം ഇവിടെ വരുന്നു പറയുന്നത് എനിക്കും കൂടി അഭിമാനമുള്ള കാര്യമാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ മധുരമാവുക, ഉറുമ്പ് താനെ എത്തിക്കൊള്ളുന്നതാണ്. അത് വിവേകാനന്ദ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ മധുരമാണെന്ന് വിളിച്ചു പറയുന്നും വേണ്ട. മധുരമാണെങ്കിൽ ഉറുമ്പ് എത്തിയിരിക്കും. അതാണ്. അതുകൊണ്ട് കൈപ്പറമ്പിലായിട്ടുള്ള ഉള്ളിലാണ് ഞാൻ, വളരെ ഉള്ളോട്ടുള്ളൊരു സ്ഥലത്താണെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഏത് കലാകാരിക്കും ഏത് കലാകാരനും അഭിമാനിക്കാനുള്ള ഒറ്റ കാര്യം തനതായിട്ടുള്ളൊരു വ്യക്തിത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് പാട്ടിലായാലും ഡാൻസിലായാലും ഒക്കെ ഉണ്ടാവുക. അതുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ആൾക്കാരുണ്ടാവും, ഉറപ്പാണ്. എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ
ഉണർത്തേണ്ടു എൻ മനസ്സിൻ ആലീലയിൽ പള്ളികൊള്ളും കണ്ണനുണ്ണി. എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു. അതുപോലെയാണ് എൻ്റെ കാര്യം. നിങ്ങളെ ഉണർത്താനും ഉറക്കാനുമുള്ള ശക്തിയില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ ജീവശക്തി മുഴുവൻ എൻ്റെ ഒരു ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാനും എൻ്റെ പ്രവൃത്തിയിലേക്ക് നീങ്ങാനും എനിക്കൊരു ഭയവുമില്ല. എനിക്കിവിടെ വരണമെങ്കിൽ ഞാൻ എത്ര ബുദ്ധിമുട്ടിയാലും ഞാനിവിടെ എത്തിയിരിക്കും. അതാണ് കാര്യം. ആ ഒരു ആത്മശക്തിയാണ് നമ്മളെ നയിക്കുന്നത്. ഓരോരാളും ആ ആത്മശക്തിയെ കൊണ്ടു നടക്കുകയും അതിനെ ഉയർത്തുകയും ലോകത്തോളം വിശ്വത്തോളം വളരുകയും ചെയ്യാനുള്ള ഒരു വലിയൊരു ആത്മശക്തി ഭഗവാൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും എൻ്റെ സ്നേഹം. ഇവിടെ ഡാൻസ് ചെയ്യുന്നവരും പാടുന്നവരും ആയ എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. എൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ സേവകരായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ട സേതുവിന് എൻ്റെ സ്നേഹം. നമസ്കാരം എല്ലാവർക്കും.